ഒരിക്കൽ ഒരു മാധ്യമപ്രവർത്തകൻ തുടർച്ചയായി മികച്ച കർഷകനുള്ള അവാർഡ് കരസ്ഥമാക്കിയ ഒരു വ്യക്തിയെ ഇൻ്റർവ്യൂ ചെയ്യുന്ന അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃഷിയിനമായ ചോളം കൃഷിരീതികൾ ചോദിച്ച് മനസ്സിലാക്കുവാൻ ശ്രമിച്ചു. തൻ്റെ കൃഷിയിൽ നിന്ന് ലഭിച്ചിരുന്ന മികച്ച വിത്തുകൾ തൻ്റെ അയൽക്കാർക്ക് നൽകി അവരുടെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുകയും ഇത് അയൽക്കാരുടെ മികച്ച വിളവിന് കാരണമാവുന്നു എന്ന വസ്തുത മനസ്സിലാക്കിയ മാധ്യമപ്രവർത്തകൻ അത്ഭുതത്തോടെ ചോദിച്ചു, താങ്കളുടെ മികച്ച വിത്തുകൾ അയൽക്കാർക്ക് നൽകുന്നത് മൂലം മികച്ച കർഷകൻ എന്ന താങ്കളുടെ സ്ഥാനം നഷ്ടമാകാൻ സാധ്യതയില്ലേ? പുഞ്ചിരിയോടെ പറഞ്ഞ കർഷകൻ്റെ മറുപടി നമ്മെ ചിന്തിപ്പിക്കുന്ന ഒന്നാണ്. തൻ്റെ അയൽക്കാർ മികച്ച രീതിയിൽ കൃഷി ചെയ്യുന്നത് മൂലം അവരുടെ സമ്പാദ്യം മെച്ചപ്പെടുന്നതോടൊപ്പം പരപരാഗണം വഴി തൻ്റെ കൃഷിയും മികച്ചതാവുന്നു. മറിച്ച് അയൽക്കാരുടെ കൃഷി ഗുണനിലവാരം കുറഞ്ഞതായാൽ തൻ്റെ കൃഷിയെയും അത് ബാധിക്കും. ഈ ഭൂമിയിൽ ജീവിക്കാനും വളരാനും എനിക്കുള്ളതുപോലെ അവകാശവും അവസരവും തൻ്റെ സഹോദരനും അയൽക്കാരനുമുണ്ട് എന്ന സത്യം മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് നാം യഥാർത്ഥ മനുഷ്യരാകുന്നത്. സഹായം വിലപ്പെട്ട ഒരു സമ്മാനമാണ്. മനസ്സുകൊണ്ട് ധനികരായവർക്ക് മാത്രമേ മറ്റുള്ളവരെ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റുള്ളവരെ സഹായിക്കുക വഴി നാം നമ്മെ തന്നെയാണ് സഹായിക്കുന്നത്. പരിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 2-ാം അധ്യായം 26-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമാകുന്നു. ക്രിസ്തീയ പാരമ്പര്യത്തിൽ നോമ്പിന് വലിയ പ്രാധാന്യമുണ്ട്. ശരീരത്തിന് വേണ്ടിയല്ല, മറിച്ച് ആത്മാവിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് നാം നോമ്പ് അനുഷ്ഠിക്കുന്നത്. ഉപവാസത്തിൻ്റെ മിച്ചം പിടിച്ച് വിശക്കുന്നവന് പങ്കിട്ട് കൊടുക്കണമെന്നും പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ദൈവസന്നിധിയിൽ വിലമതിക്കില്ല എന്നും പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ നമ്മുടെ പ്രവൃത്തികൾ ഈ കർഷകൻ്റേതുപോലെ ദൈവസന്നിധിയിൽ വിലമതിക്കുന്ന ഒന്നായി തീരട്ടെ.